നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ചയാകുന്ന ഒരു താരകുടുംബം തന്നെയാണ് കൃഷ്ണകുമാറിൻ്റേത്. യൂട്യൂബ് ചാനലുകളിൽ കുടുംബത്തിലെ 6 പേരും സജീവമാണ്. കൃഷ്ണകുമാറിന്റെ 4 മക്കൾക്കും സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടേതായ കരിയറും വരുമാന മാർഗവും ഉണ്ടാക്കാനായിട്ടുണ്ട്. സിന്ധുവും മക്കൾ അഹാനയും, ദിയ കൃഷ്ണയും, ഇഷാനി കൃഷ്ണയും, ഹൻസിക കൃഷ്ണയും എല്ലാം യൂട്യൂബ് ചാനലുകളിലൂടെ തങ്ങളുടെ വിശേഷങ്ങൾ എല്ലാം പങ്കുവെച്ച് എത്താറുമുണ്ട്. സ്വന്തം വീട്ടിലെന്നതുപോലെ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിൽ നടക്കുന്നതെല്ലാം ആളുകൾക്ക് അറിയുകയും ചെയ്യാം. മക്കളിൽ അഹാന മാത്രമാണ് സിനിമ കരിയറായി തെരഞ്ഞെടുത്തിരുന്നത്. കോളേജിൽ പഠിക്കുകയാണെങ്കിലും സിനിമയിൽ അഹാനയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ച് ഹൻസികയും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അഹാന മലയാളത്തിലെ മുൻനിര യുവനടിമാരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ്. വൺ എന്ന മമ്മൂട്ടി ചിത്രത്തിലെ വിദ്യാർത്ഥിനിയുടെ കഥാപാത്രം അവതരിപ്പിച്ചാണ് ഇഷാനി അച്ഛന്റെയും ചേച്ചിയുടെയും വഴി അഭിനയത്തിലേക്ക് എത്തിയത്. ഏറ്റവും ഇളയവൾ ഹൻസിക ലൂക്ക എന്ന സിനിമയിൽ അഹാനയുടെ ബാല്യകാലം അവതരിപ്പിച്ചാണ് അരങ്ങേറിയത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, മോഡലിംഗ്, യൂട്യൂബർ എന്ന നിലയിലെല്ലാം കൃഷ്ണകുമാറിന്റെ 4 പെൺമക്കളും സജീവമാണ്. ഭാവിയിൽ അഹാനയെ പോലെ ഇഷാനിയും ഹൻസികയുമെല്ലാം തിരക്കുള്ള യുവനടിമാരായി മാറിയേക്കും. അതേസമയം കൃഷ്ണകുമാറിന്റെ 4 പെൺമക്കളിൽ ഏറ്റവും ഇളയ കുട്ടിയായ ഹൻസിക കൃഷ്ണയുടെ 20ാം പിറന്നാളാണ് ഇന്ന്. കുടുംബത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായതുകൊണ്ട് തന്നെ ഹൻസിക എല്ലാവർക്കും പ്രിയങ്കരിയാണ്. 20കാരിയായെങ്കിലും അമ്മ സിന്ധുവിനടക്കം ഹൻസിക ഇപ്പോഴും ബേബിയാണ്. അഹാനയ്ക്ക് 10 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഹൻസിക പിറക്കുന്നത്. അതുകൊണ്ട് തന്നെ ചേച്ചിയായിട്ടല്ല, അമ്മയുടെ റോളിലാണ് അഹാന എപ്പോഴും ഹൻസികയെ സ്നേഹിക്കുന്നത്. ഭാവിയിൽ കൃഷ്ണ സിസ്റ്റേഴ്സിൽ നിന്നും സൂപ്പർ സ്റ്റാറായി മാറാൻ സാധ്യതയുള്ളതും ഹൻസികയ്ക്കാണെന്നാണ് പ്രേക്ഷകരുടെ പ്രവചനം. കാരണം ഡാൻസ്, അഭിനയം, മോഡലിംഗ്, ജിംനാസ്റ്റിക്സ് തുടങ്ങി ഹൻസിക കൈവയ്ക്കാത്ത മേഖലകൾ കുറവാണ്. ഹൻസികയോട് കുടുംബാംഗങ്ങൾക്ക് സ്നേഹവും വാത്സല്യവും കൂടാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് മരണത്തിൽ നിന്നും മകളെ രക്ഷിച്ചു കൊണ്ടുവന്നതാണ് സിന്ധുവും കൃഷ്ണകുമാറും. 1.5 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ നെഫ്രോട്ടിക് സിൻഡ്രോം എന്നൊരു അസുഖം ഹൻസികയിൽ കണ്ടെത്തിയിരുന്നു. വൃക്ക തകരാറിലാക്കുന്ന അവസ്ഥയാണിത്. പ്രോട്ടീനുകൾ അമിതമായി മൂത്രത്തിലൂടെ പുറത്തേക്ക് പോകുന്ന വളരെ സങ്കീർണമായ ഒരു അസുഖം. 3.5 വർഷത്തോളം ഹൻസികയെ ചികിത്സിച്ചു. 4 വർഷത്തോളം മരുന്ന് കഴിച്ചു. ശേഷമാണ് അസുഖത്തിൽ നിന്ന് മുക്തി ലഭിച്ചത്. അനന്തപുരി ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് ഹൻസികയെ ചികിത്സിച്ചത്. അത്രയും കെയർ എടുത്ത് ചികിത്സിച്ചതിനാലാണ് ഹൻസിക ഓക്കെ ആയത്. സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴാണ് ഓക്കെ ആയത്. വളരെ കഷ്ടപ്പെട്ട ഒരു നീണ്ട യാത്രയായിരുന്നു അത്. 3.5 വർഷം ട്രീറ്റ്മെന്റ് എടുത്തു. പക്ഷേ മെഡിസിൻസ് തുടർന്ന് 4 വർഷത്തോളം എടുത്തു. അനന്തപുരി ഹോസ്പിറ്റൽ ആ സമയത്ത് ഹൻസികയ്ക്ക് വീട് പോലെയായിരുന്നു. അവിടെ എത്തുമ്പോൾ എന്റെ വീട് എന്ന് പറഞ്ഞ് കൈ ചൂണ്ടും. ഇപ്പോൾ ഹൻസു പെർഫെക്റ്റ്ലി ഓക്കെ ആണെന്നാണ് ഒരിക്കൽ മകൾ കടന്നുപോയ രോഗാവസ്ഥ വെളിപ്പെടുത്തി സിന്ധുവും കൃഷ്ണകുമാറും പറഞ്ഞത്. അസുഖബാധിതയായിരുന്ന സമയത്ത് ഹൻസികയുടെ മുഖത്തെല്ലാം വീക്കം വന്നിരുന്നു. അക്കാലത്ത് തന്നെ കാണാൻ ചൈനീസ് കുഞ്ഞിനെ പോലെയായിരുന്നു എന്നാണ് ചിത്രങ്ങൾ പങ്കിട്ട് താരപുത്രി പറഞ്ഞിരുന്നത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ 2ാം വർഷ വിദ്യാർത്ഥിനിയാണ് ഹൻസിക. കോളേജിലെ താരം. കൂടാതെ അമ്മയുടെ ചേച്ചിമാരുടെയും കൂടെ സാരി ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പുമുണ്ട്. പ്രൊമോഷൻ, മോഡലിംഗ്, യൂട്യൂബ് വ്ളോഗിംഗ് എന്നിവയിലൂടെ ഹൻസിക ലക്ഷങ്ങൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ സമ്പാദിക്കുന്നുണ്ട്. പഠനത്തിൽ താല്പര്യമുള്ളതിനാൽ യൂട്യൂബിൽ ആക്റ്റീവായി നിൽക്കാൻ ഹൻസികയ്ക്ക് കഴിയാറില്ല. 9 വർഷത്തിന് അടുത്ത് സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലും 10 ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലും ഹൻസികയ്ക്കുണ്ട്. എന്റെ ഹൻസു കുഞ്ഞിന്റെ പിറന്നാൾ, നീ എന്റെ കൊച്ചു പെൺകുട്ടിയായിരിക്കണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. വർഷങ്ങൾ എത്ര വേഗത്തിൽ കടന്നുപോയെന്ന് ദൈവത്തിനറിയാം. നിന്നോടൊപ്പമുള്ള 20 വർഷങ്ങൾ എന്റെ ജീവിതത്തിലെ ഏറ്റവും ആശ്വാസകരമായ ഘട്ടമായിരുന്നു. നിന്റെ ആലിംഗനങ്ങളും ചുംബനങ്ങളും എപ്പോഴും എന്നെ കൂടെ കൂട്ടണമെന്ന നിന്റെ ആഗ്രഹവും എന്റെ ഹൃദയത്തെ എപ്പോഴും നിറച്ചിട്ടുണ്ട്. നീ ഇല്ലാതെ ഞാൻ എവിടെ പോയാലും എന്റെ മനസ്സ് എപ്പോഴും നിന്നെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നിന്നെ തിരികെ ഓടി കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റേതായതിന് നന്ദി ഹൻസു എന്നാണ് മകൾക്ക് പിറന്നാൾ ആശംസിച്ച് സിന്ധു കുറിച്ചത്. കുടുംബത്തിലേക്ക് ആദ്യത്തെ പേരക്കുട്ടിയായി ഓമി വന്നുവെങ്കിലും സിന്ധുവിന് എപ്പോഴും ബേബി ഹൻസികയാണ്. അതേസമയം സഹോദരി ഹൻസിക കൃഷ്ണയ്ക്ക് ജന്മദിനാശംസകൾ നേർന്ന് ഇഷാനി കൃഷ്ണയും രംഗത്തെത്തി. ഹൻസികയോടൊപ്പമുള്ള ചിത്രങ്ങൾക്കൊപ്പമാണ് ഇഷാനി ആശംസകൾ അറിയിച്ചത്. ഞങ്ങളുടെ നിത്യ രാജകുമാരിക്ക് ജന്മദിനാശംസകൾ. 20കളിലേക്ക് സ്വാഗതം ഹൻസു ബേബി എന്നായിരുന്നു ഇഷാനിയുടെ കുറിപ്പ്. ജന്മദിനത്തോടനുബന്ധിച്ച് ഹൻസിക കൃഷ്ണയും റീൽ പങ്കുവച്ചിരുന്നു. കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഒത്തുള്ള മനോഹര നിമിഷങ്ങളാണ് ഹൻസിക റീലായി പങ്കുവച്ചത്. ഹൻസികയുടെ ഡാൻസും റീലിൽ കാണാവുന്നതാണ്. ഇഷാനിയുടെയും ഹൻസികയുടെയും പോസ്റ്റുകളിൽ നിരവധി പേരാണ് ആശംസകളുമായി എത്തുന്നത്. 20കളിലേക്ക് കടക്കുന്ന ഹൻസികയ്ക്ക് ആരാധകർ ആശംസ അറിയിച്ചു. സമൂഹ മാധ്യമങ്ങൾ ലോകത്തേക്ക് ഏറെ ആരാധകരുള്ള താരമാണ് ഹൻസിക കൃഷ്ണ. ഹൻസിക പങ്കുവയ്ക്കുന്ന റീലുകൾ ചുരുങ്ങിയ സമയം കൊണ്ട് വൈറലാകാറുണ്ട്. മെയ്വഴക്കം കൊണ്ട് ആരാധകരെ അതിശയിപ്പിക്കുന്ന ഡാൻസ് റീലുകളും ഹൻസിക പങ്കുവയ്ക്കാറുണ്ട്. അതേസമയം പ്രിയപ്പെട്ട അനുജത്തിക്ക് പിറന്നാൾ ആശംസകൾ എന്നത്തെയും പോലെ ഇഷാനിയും അഹാനയും ദിയും ഒക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഇമോഷണലും അട്രാക്റ്റീവും അമ്മ സിന്ധു കൃഷ്ണയുടെ പോസ്റ്റ് തന്നെയാണ്. 20 വയസ്സുകാരിയാണെങ്കിലും ഹൻസൂബി തനിക്കെന്നും
കുഞ്ഞാണെന്നാണ് സിന്ധു കൃഷ്ണ പറഞ്ഞത്. അതേസമയം കൂട്ടത്തിലെ ഏറ്റവും കെയറിംഗും ലവിംഗും ഹൻസു എന്നാണ് കുടുംബത്തിലെ എല്ലാവരുടെയും അഭിപ്രായം. ഇതുവരെ ഏറ്റവും ഇളയ കുഞ്ഞ് എന്ന വിശേഷണം ഉണ്ടായിരുന്നുവെങ്കിലും ദിയുടെ കുഞ്ഞ് ഓമി വന്നതോടെ അത് മാറി. പക്ഷേ ഒരു കുഞ്ഞമ്മയായി ഫീൽ തനിക്കില്ല എന്നാണ് ഹൻസിക പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹൻസിക യൂട്യൂബ് വരുമാനം ഉണ്ടാക്കുന്നതിനൊപ്പം അമ്മയ്ക്കും സഹോദരിമാർക്കും ഒപ്പമുള്ള ബിസിനസ്സിലും പങ്കാളിയാണ്. അഭിനയത്തിലും ഡാൻസിലും എല്ലാം താല്പര്യമുള്ള ഹൻസു അഹാനയ്ക്കും ഇഷാനിക്കും പിന്നാലെ അഭിനയത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം 2024 കഴിഞ്ഞ വർഷം ഹൻസിക താൻ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട വിവരം അപ്ഡേറ്റ് ആയി നൽകിയിട്ടുണ്ടായിരുന്നു. കയ്യിൽ കാനല ഉറപ്പിച്ച തന്റെ ചിത്രമാണ് ഹൻസിക അന്ന് പങ്കുവച്ചിരുന്നത്. എന്തിനായിരുന്നു ആശുപത്രി പ്രവേശനം എന്നും ഹൻസിക വ്യക്തമാക്കിയിരുന്നു. ആകെ ഒരു സിനിമയിൽ മാത്രമേ മുഖം കാണിച്ചുള്ളൂ എങ്കിലും 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ള പ്രൊഫൈലിന്റെ ഉടമയാണ് ഹൻസിക. യുവതാരത്തിന്റെ വിശേഷങ്ങളും കുശലാന്വേഷണവും നടത്താൻ ആരാധകർ എത്തിച്ചേരുന്ന സ്ഥലം കൂടിയാണ് ഇവിടം. കൈക്കുഞ്ഞായിരുന്ന വേളയിൽ വൃക്കയുടെ പ്രവർത്തനം തകരാറിലായേക്കാവുന്ന തരത്തിൽ ഒരു ആരോഗ്യ പ്രശ്നം തനിക്ക് ഉണ്ടായിരുന്നതെന്ന് ഹൻസിക അടുത്തിടെ പോസ്റ്റ് ചെയ്ത ഒരു വ്ളോഗിൽ വെളിപ്പെടുത്തിയിരുന്നു. അച്ഛൻ കൃഷ്ണകുമാറും അമ്മ സിന്ധുവും ഏറെ വിഷമിച്ച ഘട്ടം കൂടിയായിരുന്നു അത്. എന്നാൽ ഇതിൽ നിന്നും താൻ കയറിയതായും ഹൻസു എന്ന് ഓമനപ്പേരുള്ള ഹൻസിക വ്യക്തമാക്കുന്നുണ്ട്. അക്കാലത്ത് അസുഖം മൂലം തന്റെ രൂപം പോലും മാറിയിരുന്നതായും ഹൻസിക പറഞ്ഞിരുന്നു. തനിക്കൊരു MRI സ്കാൻ കഴിഞ്ഞതായി ഹൻസിക കൃഷ്ണ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു. MRI കൺസോളിൽ നിന്നുമാണ് ചിത്രം സഹിതമാണ് ഹൻസിക ഇൻസ്റ്റാഗ്രാം പോസ്റ്റായി അന്ന് പങ്കിട്ടിരുന്നത്. ഹൻസികയുടെ അരികിലെ സ്ക്രീനിൽ തലയിൽ സ്കാൻ നടത്തിയ സ്കാൻ ഇമേജുകളും കാണാം. സ്കാൻ ചെയ്യാൻ നേരം ധരിക്കുന്ന കോക്കറ്റ് ഗൗൺ ആണ് ഹൻസിക ധരിച്ചിരുന്നത്. ചിത്രങ്ങളും വീഡിയോകളും ഹൻസിക പോസ്റ്റ് ചെയ്ത കൂട്ടത്തിലുണ്ട്. ആശങ്കാകുലരായ ആരാധകർ എന്ത് പറ്റിയെന്ന് ചോദിച്ചും രംഗത്തെത്തിയിരുന്നു. തനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഹൻസിക വ്യക്തമാക്കിയിരുന്നു. കമന്റിൽ വന്നവർ എന്താണ് പറ്റിയതെന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ടുമുണ്ട്. ഒരു MRI സ്കാൻ കഴിഞ്ഞു, തനിക്ക് ഒരു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഹൻസിക മറുപടിയും കൊടുത്തു. ആരാണ് MRI കൺസോളിൽ ഹൻസികയ്ക്ക് പ്രവേശനം അനുവദിച്ചതെന്നും ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണഗതിയിൽ ടെക്നീഷ്യൻ മാത്രം കയറുന്ന മേഖലയാണിത്. എന്നാൽ തനിക്ക് ആരാണ് ഇതിന് അനുമതി നൽകിയത് എന്നുകൂടി ഹൻസിക മറുപടി കൊടുത്തു. ഒരു ആശുപത്രി വ്ളോഗ് ഉടനടി പ്രതീക്ഷിക്കുന്നുവെന്നും ചില ആരാധകരിൽ കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൻസികയ്ക്കും അച്ഛനും അമ്മയ്ക്കും 3 സഹോദരിമാർക്കും ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലും വളരെ സജീവമായ 6 യൂട്യൂബ് ചാനലുകളുമുണ്ട്. എല്ലാവരും ഈ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വരുമാനമുള്ളവരാണ്. പഠനത്തിൽ തിരക്കുകളായതുകൊണ്ട് കാരണം വ്ളോഗുകളിൽ സജീവമാകാൻ കഴിയാത്ത ഹൻസികയാണ് ഏറ്റവും കുറച്ച് പ്രതിഫലം പറ്റുന്ന വ്യക്തിയെന്ന് ചേച്ചി അഹാന പറഞ്ഞിരുന്നു. എല്ലാവരും തങ്ങളുടെ യൂട്യൂബ് വരുമാനം രേഖപ്പെടുത്താൻ കുടുംബത്തിൻ്റെതായ ഒരു വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ടത്രേ.